വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള സേമിയ പായസമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനോടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. അത് ചെറുതായി ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇടുക. അണ്ടിപ്പരിപ്പ് ഫ്രൈ ആകുമ്പോൾ കിസ്മിസ് ഇട്ടാൽ മതി. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സേമിയ കോല് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ വറുക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ വറുക്കുന്നത്. ഇപ്പോൾ വറുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ വറുക്കാത്ത വാങ്ങുന്നുണ്ട്, ഇപ്പോൾ വറുത്തെടുക്കുന്നുണ്ട്. അതേ നെയ്യിൽ തന്നെ വറുത്തെടുത്താൽ മതി. ഇതൊരു ഗോൾഡൻ കളർ വരെ നന്നായി വറുത്തെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് എന്ന് എഴുതിയെടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ തൊട്ടാൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമ്മുടെ സേമിയക്കോല് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സേമിയക്കോലും എടുക്കാം, പാലും എടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല തള വരുന്നവരെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഇനി ആവശ്യത്തിലുള്ള പഞ്ചസാരയും. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഉപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ അതിൽ നോക്കിയിട്ടിടാം കേട്ടോ. ഇത് നന്നായി തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ആക്കേണ്ടത്. ഇതിലേക്ക് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കുറവ് തോന്നിയിട്ടുണ്ട്. ഇപ്പം അതിലിട്ടതാണ്. ഇനി ഇപ്പം നമ്മൾ മിൽക്ക് മെയ്ഡിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നാണ് ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആക്കി വെച്ച പായസത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഇതിപ്പോൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തതിന് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്പം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലേക്ക് നേരത്തെ അമ്മ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കണ്ടു, നല്ല നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം മിൽക്ക് മെയ്ഡ് എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പാൽപ്പൊടി എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മിൽക്ക് മെയ്ഡ് വല്ലതും ആക്കാൻ പറ്റും വീട്ടിൽ തന്നെ. അപ്പോൾ വെച്ചിപ്പോൾ നല്ല ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.